തന്നെ തന്നെ നിർമ്മലീകരിക്കുന്ന ക്രിസ്ത്യാനി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. എ ക്രിസ്ത്യൻ ഹു പ്യൂരിഫൈസ് ഹിംസെൽഫ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. 1 John chapter 3 verses 1-3. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം എന്തായി തീരുമെന്നത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ വെളിപ്പെടുമ്പോൾ നാം അവനെ പോലെ ആകുമെന്നറിയുന്നു. എന്തെന്നാൽ അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. മുൻപോട്ട് വളർച്ച പ്രാപിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിന്റെ സമ്മറി അഥവാ സംക്ഷിപ്തമാണ്, രത്നചുരുക്കമാണ് ഈ വചനങ്ങളിൽ നാം വായിച്ചു കേട്ടത്. എവിടെ തുടങ്ങുന്നു, എങ്ങനെ എപ്രകാരം മുമ്പോട്ട് പോകുന്നു, ഏത് പ്രത്യാശയിൽ എങ്ങനെ അവസാനിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ഈ 3 വചനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗം നോക്കുക. ഞാൻ ബൈബിളിൽ നിന്ന് മറ്റൊരു തർജ്ജമയിൽ നിന്ന് വായിക്കാം. നോക്കൂ, പിതാവ് നമുക്ക് എത്രയോ അതിരില്ലാത്ത സ്നേഹം പകർന്നാണ് നമ്മെ ദൈവമക്കളെന്ന് വിളിച്ചത്. നോക്കൂ, പിതാവ് നമുക്ക് എത്ര അതിരില്ലാത്ത സ്നേഹം പകർന്നാണ് നമ്മെ ദൈവമക്കളെന്ന് വിളിച്ചത്. അവിടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കും. ദ ബിഗിനിങ്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് ദൈവം നമുക്ക് തൻ്റെ സ്നേഹത്താൽ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു. ക്രിസ്ത്യ ജീവിതത്തിൽ നാം ഇന്ന് ഇങ്ങനെയൊക്കെ ഇവിടെ ആയിരിക്കുന്നു. അതിനെ ഇനീഷ്യേറ്റ് ചെയ്തത്, അതിനെ തുടങ്ങി വെച്ചത് ദൈവത്തിന്റെ മഹാസ്നേഹമാണ്, അല്ലേ? ദൈവം നമ്മെ ആദ്യം ഇങ്ങോട്ട് സ്നേഹിച്ചു. നാം അങ്ങോട്ട് സ്നേഹിക്കുകയായിരുന്നില്ല. ദൈവം കരുണ തോന്നി നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച് നമ്മെ ദൈവമക്കളാക്കി തീർത്തു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകി അനുദപിക്കുവാനും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും വിശുദ്ധിയിലേക്ക് വരാനും ഒക്കെയുള്ള കൃപ ദൈവം നൽകി. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യ വിശ്വാസിയുടെയും ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ദൈവമാണ് അതിന്റെ തുടക്കക്കാരൻ. നാം ഒക്കെ ആ തുടക്കത്തോട് നന്നായിട്ട് പ്രതികരിക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം വിശ്വാസത്തിലേക്ക് വന്നതും സ്നാനമേറ്റതും ദൈവമക്കളായതും ഇന്ന് ദൈവകൃപയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതും ഒക്കെ നാം പ്രതികരിച്ചത് കൊണ്ടാണ്. എല്ലാവരും ഒരുപോലെ പ്രതികരിക്കുന്നില്ല. ചിലർ പാതി മനസ്സോടെയാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് 10, 20, 30 വർഷം കഴിഞ്ഞാലും അവരുടെ വളർച്ച വളരെ കുറുകിയിരിക്കും. അവർക്ക് കാര്യമായ വളർച്ച ഉണ്ടാകത്തില്ല. കാരണം ദൈവസ്നേഹത്തോടും ദൈവത്തിന്റെ കരുണയോടും കൃപയോടും അവർ വേണ്ട വിധം നന്നായി പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തോടും ദൈവസ്നേഹത്തോടും ദൈവവചനത്തോടും നമുക്ക് നല്ല ക്രിയാത്മകമായ ഉത്സാഹത്തോടെ ശുഷ്കാന്തിയോടെ റെസ്പോണ്ട് ചെയ്യാം, പ്രതികരിക്കാം. അങ്ങനെയെങ്കിൽ നാം ഈ കൃപയിൽ വളരും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ സ്നേഹത്തോട് ശരിയായിട്ട് പ്രതികരിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ദൈവമക്കളായിരിക്കുന്നത്, അല്ലേ? ഞാൻ നിങ്ങളും ദൈവമക്കളാണ്. അത് ഉറപ്പുണ്ടോ? ആ കാര്യം ഉറപ്പ് വേണം. ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മിസ്റ്റർ ഇന്നാരെന്നല്ല പറയേണ്ടത്, ഞാനൊരു ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ് എന്നുള്ളതായിരിക്കണം നമ്മുടെ ക്യാപ്ഷൻ. നമ്മെക്കുറിച്ച് തന്നെ നാം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഒരു ദൈവമകനാണ്, ദൈവമകളാണ്. സത്യമായിട്ടും നാം അങ്ങനെയാണ്. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു. ആ ഉറപ്പ് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ദൈവമക്കൾ അല്ലാതാകാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാനും കോപിക്കാനും മോശമായി സംസാരിക്കാനും ഒക്കെ പറ്റുമോ? ദൈവം അത് ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ നമുക്ക് ദൈവമക്കൾ അല്ലാതാകാൻ കഴിയത്തില്ലയോ, അതുപോലെ തന്നെ ക്രിസ്തുവിന് ചേരാത്ത നടപടികളും പ്രവൃത്തികളും നമ്മിൽ നിന്നുണ്ടാകാനും പാടില്ല. ഏത് സമയത്തും നാം ഒക്കെ ദൈവമക്കളാണ്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു മിനിമം ലെവലുണ്ട്, ഒരു മാന്യതയും മര്യാദയും ഒക്കെ ഉണ്ട്.
നാം ആരും അതിന് താഴേക്ക് പോകരുത്. ദൈവമക്കളുടെ ഒരു മാന്യതയിൽ നാം എപ്പോഴും സംസാരിക്കണം, ചിന്തിക്കണം, നോക്കണം, ഇടപെടണം, എല്ലാം ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് കർത്താവിന് വലിയ സന്തോഷമായിരിക്കും. ഓക്കെ, നാം ദൈവമക്കളാകുന്നു എന്ന് 2-ാം വാക്യത്തിൽ വായിച്ചുവല്ലോ. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. 2-ാം വാക്യം, പ്രിയരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. എത്ര മനോഹരമായ പ്രത്യാശയാണ്. നാം ആരും നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. നാം ഒരു ഓട്ട മത്സരത്തിലാണ്, ഒരു പ്രയാണത്തിലാണ്, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ നാം രൂപാന്തരപ്പെടും, നാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പ്രത്യാശ ലഭിച്ചിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മഹത്തായ പ്രത്യാശ എന്താണ്? 3-ാം വാക്യം ശ്രദ്ധിക്കുക. തന്നിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ സ്വയം വിശുദ്ധീകരിക്കുന്നു. ക്രിസ്തു മടങ്ങി വരുമെന്നും നാം അവിടുത്തെ കാണുമെന്നും നാം എന്നുമെന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള ആ ഒരു മഹത്തായ പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് മരണത്തെ ഭയമില്ലാത്തത്. മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ വലിയ പ്രതികൂലങ്ങളും കഷ്ടപ്പാടും ജയിലിലടയ്ക്കലും അടികൊള്ളുന്ന കാര്യമൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പല ദൈവദാസന്മാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് അതൊന്നും ഭയമില്ല, ഞങ്ങളെ അവർ കൊന്നാൽ കൊല്ലും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്തോട്ട് അങ്ങ് പോകും. ഒരു ദൈവദാസൻ ഈ തവണ എന്നോട് പോയപ്പോൾ പറഞ്ഞതാണ്, അവർ പിടിച്ചെന്തെങ്കിലും ചെയ്യട്ടെ, ജയിലിലിട്ടാ ജയിലിൽ കിടക്കും, അവിടെ തടവുള്ളികളോടൊക്കെ ഞങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. അതിപ്പോൾ വാസ്തവത്തിൽ അക്ഷരീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പേരും ജയിലുകളിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പലരും ജയിലിൽ രൂപാന്തരമുള്ളവരായി തീരുന്നുണ്ട്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഭയമില്ലാതെ ഭാവിയെക്കുറിച്ച് മുമ്പോട്ട് നോക്കാൻ സാധിക്കുന്നത്. ചിലപ്പോഴൊക്കെ പിശാച് നമ്മുടെ മനസ്സിൽ ഭയം കൊണ്ടുവരും. എന്നാലും ഈ പ്രത്യാശ നമുക്ക് ഏറ്റവും മഹത്വകരമാണ്. കഴിഞ്ഞ 4 മാസം മുമ്പ് എയർ ഇന്ത്യയുടെ വിമാനം പറന്നു പൊങ്ങി പെട്ടെന്ന് താഴേക്ക് കൂപ്പുകുത്തി തീ പിടിച്ച് 200 അധികം പേര് മരിച്ചു. ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് 2 എയർ ഇന്ത്യയിലാണ് കിട്ടിയത്. പെട്ടെന്നൊരു ചിന്ത വന്നു, വല്ലതും സംഭവിക്കുമോ? മേലോട്ട് പറന്നു പോവുകയും ചിന്തിച്ചു, ഇങ്ങനെ അങ്ങോട്ട് പറന്നു പോയപ്പോഴാണ് താഴോട്ട് വീണത് എന്നും ചിന്തിച്ചു. എന്നാലും ദൈവം നൽകിയ പ്രത്യാശ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്താകുലരാകാതെ യാത്ര ചെയ്യാൻ സാധിച്ചു. വരുന്നിടത്ത് വെച്ച് കാണാൻ ദൈവമക്കൾക്ക് ഒന്നും പേടിക്കാനൊന്നുമില്ല. നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പ്രത്യാശയെ നാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പുതുക്കപ്പെടുത്തി ഒന്ന് പുതുപ്പിച്ച് ശരിയാക്കി കൊണ്ടുവരണം. ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ അതിനുവേണ്ടിയാണ്. നാം ഓരോ ആഴ്ചയും കൂടി വരുമ്പോൾ ഇടയ്ക്കും ഒക്കെ ദൈവവചനം കേൾക്കുമ്പോൾ അത് ഒരു പതിവായിട്ട് വന്ന് വചനം കേട്ടു അങ്ങ് പോയി എന്നുള്ളതല്ല. ആ വചനത്താൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ ഛായയിലേക്കും സ്വഭാവത്തിലേക്കും നാം മാറ്റപ്പെടണം. നമുക്കൊരു മഹത്തായ അനുഗ്രഹീതമായ പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകേണ്ടതാണ്. എന്താണ് ദൈവമക്കളുടെ പ്രത്യാശ എന്ന് നമുക്ക് നോക്കാം. ഈ മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു അനന്ത ജീവൻ, നിത്യമായ ഒരു ജീവിതം, അതിന്റെ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊരു വേദഭാഗം വീണ്ടും വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 17 വരെ വായിക്കാം. 1 Thessalonians chapter 4 verses 13 onwards. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം യേശുവിൽ നിദ്ര പ്രാപിച്ചവരെയും അവനോട് കൂടെ കൊണ്ടുവരും. കർത്താവിന്റെ വരവ് വരെ ജീവനോടെ അവശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപിലാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
പിന്നെ ജീവനോടെ അവശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ നാം ഇടയ്ക്കിടയ്ക്ക് വായിച്ച് കാണാപ്പാഠം പഠിക്കണം. ദൈവമക്കളുടെ പ്രത്യാശയാണിത്. നാം ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച ശേഷം നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിൽ രൂപാന്തരം പ്രാപിച്ച് നാം എടുക്കപ്പെടും, അവനോടുകൂടെ ആകും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുന്നത്? ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർക്കാണ് ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരായി, ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നവരായി, യേശു ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും നോക്കുകയും പ്രവർത്തിക്കുകയും മനോഭാവമുള്ളവരായിരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ മഹാപ്രത്യാശ, നമ്മുടെ കർത്താവ് മടങ്ങി വരും, ഞാൻ ജീവിച്ചിരുന്നാലും അല്ല മരിച്ചു പോയാലും അവിടുത്തെ സന്നിധിയിൽ ഞാൻ നിൽക്കും, ഞാൻ യേശുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള മഹത്തായ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇതിൻ്റെ എല്ലാം തിയോളജിയും വലിയ കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കർത്താവ് മടങ്ങി വരും, തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാതെ വിടുകയില്ല. ഞാൻ മരിച്ചുപോയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരും, ഒരു അമർത്യമായ ആത്മീയ ശരീരം പ്രാപിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കും. അവനോട് കൂടെ എന്നുമെന്നും സ്വർഗത്തിലായിരിക്കും, ദൈവരാജ്യത്തിലായിരിക്കും. ക്രിസ്തുവിന്റെ കാന്തയായി അവിടുത്തെ മണവാട്ടി എന്നുള്ള ആ ഒരു തലത്തിൽ, ആ ഒരു നിലയിൽ ഞാൻ യേശുവിനോടുള്ള ആ ബന്ധത്തിൽ എന്നും ആയിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത നമ്മെ ഉത്സാഹഭരിതർ ആക്കേണ്ടതാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വി ഷാൽ ബി ലൈക്ക് ഹിം. നാം അവിടുത്തെ പോലെ ആയിത്തീരും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും നാം കർത്താവിനോട് കൂടെ ഇരിക്കും. ഇത് മഹത്തായ ഒരു പ്രത്യാശയാണ്. ഈ ഭൂമിയിലെ താൽക്കാലികമായ കുറെ വർഷങ്ങളുടെ ജീവിതത്തിൽ മാത്രം നാം ശ്രദ്ധിച്ച് ജീവിക്കരുത്. അതിലും അത്യാവശ്യം കുറച്ച് ശ്രദ്ധയൊക്കെ വേണം. എന്നാൽ അതിനപ്പുറത്ത് നാം ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന, യേശുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു മഹത്തായ ഒരു പ്രത്യാശ നമ്മുടെ മുൻപിലുണ്ട്. ഓക്കെ, നാം ഈ വായിച്ചു കേട്ട ഈ മഹത്തായ പ്രത്യാശ, ഗ്രേറ്റ് ഹോപ്പ്, ഇത് ഓരോ ക്രിസ്ത്യാനിയെയും പവിത്രമായ, നിർമ്മലമായ, പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ മുമ്പോട്ട് തള്ളിവിടുന്ന ഒരു ഘടകമാണ് ഈ മഹാവലിയ പ്രത്യാശ. ദിസ് ഗ്രേറ്റ് ഹോപ്പ് പ്രോംസ് എവറി ക്രിസ്ത്യൻ ടു ലിവ് എ പ്യുവർ ലൈഫ്. അതാണല്ലോ നാം 3-ാം വചനത്തിൽ വായിച്ചത്. എന്താണ് 3-ാം വചനത്തിൽ വായിച്ചത്? ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവർ ഓരോരുത്തരും യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, ഓരോ ദൈവമക്കളായ നമുക്കും ഒരു കടമയുണ്ട്, ഒരു കടപ്പാടുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, പിന്നെയുള്ള കാര്യമൊക്കെ ദൈവം എല്ലാം ചെയ്തോളും എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു പ്രത്യേക ഉപദേശമാണ്, ഒരു തിയോളജിയാണ്. പിന്നെയുള്ള കാര്യമൊക്കെ ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അങ്ങ് ചെയ്തുകൊള്ളും. എന്നാൽ നാം ആരും അങ്ങനെ ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി സ്നാനമേറ്റു, സഭയിൽ ചേർന്നു, പിന്നെ എനിക്കൊന്നും അറിയണ്ട എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നമുക്കുള്ള ഉത്തരവാദിത്വമാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഈ പ്രത്യാശയുള്ള ഓരോരുത്തരും ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ സ്വയം തന്നെ നിർമ്മലീകരിക്കുന്നു. നാം ഓരോ ആഴ്ചയും കേൾക്കുന്ന വചനത്തിൻ്റെയും ബൈബിൾ ക്ലാസിൻ്റെയും പ്രസംഗങ്ങളുടെയും ബൈബിൾ വായിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഒക്കെ ഉദ്ദേശം ക്രിസ്തുവിനെ പോലെ നിർമ്മലരായി ജീവിക്കുവാനുള്ള ഒരു ഉത്സാഹമാണ്. അതിൽ കൂടെയൊക്കെ നമുക്ക് ദൈവം തരുന്നത്. ഇന്ന് നാം ഈ വചനങ്ങൾ കേൾക്കുമ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ ഈ ലെവലിൽ, നാം ആയിരിക്കുന്ന ഈ തലത്തിൽ സംതൃപ്തരായിരിക്കാതെ ഉന്നതമായ പടിയിലേക്ക്, കുറച്ചുകൂടെ ഉയർന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക്, യേശുവിനെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ജീവിക്കുവാനായിട്ട് ദൈവമേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവിന് സ്തോത്രം. എന്താണ് വിശുദ്ധീകരണം അഥവാ നിർമ്മലീകരിക്കുന്ന ഈ കാര്യം? വാട്ട് ഈസ് സാങ്ക്ടിഫിക്കേഷൻ? വാട്ട് ഈസ് എ ഹോളി ലൈഫ്? വാട്ട് ഈസ് പ്യൂരിറ്റി ഇൻ ലൈഫ്? എന്താണ് ഈ വിശുദ്ധി എന്ന് ചോദിച്ചാൽ, ചുരുക്കത്തിൽ 1-2 വാചകങ്ങളിൽ പറഞ്ഞാൽ, വിശുദ്ധീകരണം, അതിന് ഇംഗ്ലീഷിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ടു ബി സെറ്റ് അപ്പാർട്ട്,
മാറ്റി നിർത്തപ്പെടുക, ഒന്നിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് സാങ്ക്ടിഫിക്കേഷന്റെ യഥാർത്ഥ അർത്ഥം. പാപത്തിൽ നിന്നും ലോകമയത്വത്തിൽ നിന്നും ഈ ലോകത്തിന്റെ തിന്മയിൽ നിന്നും മാറ്റപ്പെട്ടിട്ട് ദൈവാഭിമുഖ്യമായി ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് അവൈലബിൾ ആകത്തക്കവണ്ണം ദൈവത്തിലേക്ക് മാറ്റപ്പെടുക. അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശുവിന് തന്നിൽ പാപമൊന്നും ഉണ്ടായിരുന്നില്ല. വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ പാപത്തെ ചൊല്ലി അല്ല പറയുന്നു. There was no sin in Jesus. എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, പിതാവേ, ഈ ലോകത്തിലെ എല്ലാ ദോഷകരമായ കാര്യങ്ങളും എൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അങ്ങയിലേക്കാണ് നോക്കിയിരിക്കുന്നത്. I set apart myself from all these things around me. I set my face toward you. കർത്താവേ, ഇതിൽ നിന്നൊക്കെയും മനസ്സ് മാറ്റി പിതാവേ, നിങ്കിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. അതാണ് എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അഥവാ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ആശയം. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിലെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്, നിർമ്മലീകരണം എന്ന് പറയുന്നത്, പാപത്തിൽ നിന്നും ലോകമയത്വത്തിൽ നിന്നും മുഖം തിരിച്ച് പൂർണ്ണമായും ദൈവത്തെ സേവിക്കുവാനുള്ള, ദൈവത്തിനായി ജീവിക്കുവാനുള്ള ഒരു ഡിവോഷനിലേക്ക് തന്നെത്താൻ ഡിവോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ 100% പെർഫെക്റ്റായി ജീവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല പല പ്രലോഭനങ്ങളും നമ്മുടേതായ പല ബലഹീനതകളും ഒക്കെ നമ്മിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാം തെറ്റിപ്പോകുന്നു, വീണുപോകുന്നു, അല്ലേ? നാം ആരും പൂർണ്ണമായിട്ടും തികഞ്ഞവരായി തീർന്നിട്ടില്ല. അത് ഈ ലോക ജീവിതത്തിൽ ഏറെക്കുറെ അസാധ്യമായ കാര്യവുമാണ്. എന്നാൽ ദൈവം നൽകിയ വെളിച്ചത്തിന് അനുസരിച്ച് ആനുപാതികമായിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിൽ വളർച്ച പ്രാപിച്ച് പരമാവധി ക്രിസ്തുവിനെ പോലെ പിന്തുടർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനും കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ വിട്ടുകളഞ്ഞ് പരിശുദ്ധമായ നിർമ്മലമായ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. നമുക്ക് പഴയ നിയമത്തിലെ ആ ഒരു തലം ഒന്ന് നോക്കിയാൽ ദൈവം എന്താണ് ഇസ്രായേൽ ജനങ്ങളോട് ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നത്? ഒരു വചനം വായിക്കാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വചനം വായിക്കാം. ലെവിറ്റിക്കസ് chapter 19 verse 2. നമുക്കത് വായിക്കാം. നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. ഇതാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ദൈവമായ യഹോവയായ ഞാൻ വിശുദ്ധനാകുന്നു, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. എല്ലാ കാലത്തും എല്ലാ ദൈവമക്കൾക്കും ബാധകമായ ഒരു നിയമമാണിത്. ഇത് പഴയ നിയമത്തിൽ മോശയുടെ കാലത്ത് കൊടുത്തതാണെങ്കിലും അത് ഈ കാലത്തും അത് ബാധകമാണ്. എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത് ബാധകമാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധനാകയാൽ അവിടുന്ന് അശുദ്ധിയെ ഇഷ്ടപ്പെടുന്നില്ല. ദോഷവും പാപവും തിന്മയും തെറ്റും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഭോഷ്കും നുണയും കള്ളവും വളപ്പും വ്യാജവും വളഞ്ഞ വഴികളും അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരാകുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള നല്ല ഒരു ബന്ധം നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഒരു വ്യവസ്ഥ നമുക്ക് ബാധകമാണ്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. എന്ത്? ദൈവമായിട്ടുള്ള ബന്ധം ആരോഗ്യകരമായി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നാം ജീവിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ കാലം ചെല്ലും തോറും കൂടുതൽ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കും? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. പഴയ നിയമത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ സമയം ദൈവത്തിനായി വിശുദ്ധീകരിക്കപ്പെടണമായിരുന്നു. അവൻ്റെ കാലഘട്ടം, താൻ ഈ ലോകത്തിലായിരിക്കുന്ന കാലഘട്ടം ദൈവത്തിന് വിശുദ്ധമായിരുന്നു. അതുപോലെ ചില ഇടങ്ങൾ ദൈവത്തിന് പവിത്രമായിരുന്നു. വിശേഷിച്ചും സമാഗമന കൂടാരം, പിന്നെ ശലോമോന്റെ കാലത്ത് യെരുശലേമിലെ ആ വലിയ ദൈവാലയം, അതൊക്കെ ദൈവത്തിന് വിശുദ്ധമായിരുന്നു. ആ ടെമ്പിൾ ഇൻ ജെറുസലേം അത് വളരെ ഹോളി ആയിരുന്നു. അതുകൂടാതെ ആലയത്തിലെ ഉപകരണങ്ങൾ, അവിടുത്തെ ഫർണിച്ചറും പാത്രങ്ങളും ഇതെല്ലാം യഹോവയ്ക്ക്
വിശുദ്ധമായിരുന്നു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇതൊക്കെ യഹോവയ്ക്ക് വിശുദ്ധമാണ്. അവരുടെ അഹരോന്റെ വസ്ത്രങ്ങളും അവിടുത്തെ ഉപകരണങ്ങളും സാക്ഷ്യത്തിന്റെ പെട്ടകവും ഇതെല്ലാം ദൈവത്തിന് വിശുദ്ധമായിരുന്നു. ഇതെല്ലാം കൂടാതെ ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തിന് വിശുദ്ധരാകാനായിട്ടാണ് ദൈവം അവരെയും വിളിച്ചിരുന്നത്. ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ദേ വർ ഹോളി ടു ദ ലോർഡ്. ഇങ്ങനെ വിശുദ്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ വകയായിരിക്കുവാൻ കഴിയൂ. ഈ കേൾക്കുന്ന വചനങ്ങൾ നമുക്കാർക്കും വലിയ ഭാരമുള്ള ഒരു ചുമടൊന്നുമല്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുത്ത് അനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് ഉള്ളവരായി നാം ഇരിക്കണമെങ്കിൽ, ദൈവവുമായിട്ടുള്ള ആ നല്ല ബന്ധം പാലിച്ച് പോകണമെങ്കിൽ ഈ വ്യവസ്ഥ, അതായത് വിശുദ്ധമായിരിക്കുവാനുള്ള വ്യവസ്ഥ നാം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം പല പല ഉത്സവങ്ങൾ കൊടുത്തിരുന്നു. ശബ്ബത്ത്, പിന്നെ ആണ്ടുതോറും ആഘോഷിക്കപ്പെടുന്ന നിരവധിയായ ഉത്സവങ്ങൾ, പിന്നെ ദശാംശം, അതും യഹോവയ്ക്ക് വിശുദ്ധം. പ്രത്യേകിച്ചും ലേവ്യർക്ക് കൊടുക്കുന്ന 1/10 അത് യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം ഇതെല്ലാം അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനം മുഴുവനും അവിടത്തേക്ക് വിശുദ്ധമായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും നാം എല്ലാ മേഖലകളിലും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം 1 പത്രോസ് 1 14 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. 1 Peter chapter 1 verses 14 onwards. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. പിന്നെയോ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിക്കുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുവീൻ. ഇവിടെ ശ്രദ്ധിക്കുക, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. പഴയ ജീവിതം പോലെ മുമ്പോട്ട് പോകരുത്. 15 വചനം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും എല്ലാ ജീവിതചര്യകളിലും വിശുദ്ധർ ആയിരിക്കുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മെ ഓരോരുത്തരെയും കുറിച്ചും പ്രിയപ്പെട്ടവരെ ദൈവം ഇത് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ ഇടപാടുകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാമും വിശുദ്ധരായിരിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പാകെ ഒരു ആരോഗ്യകരമായ ദൈവഭയം ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. ഓക്കെ, നാം അത് ഇവിടെ വായിച്ചു കേട്ടുവല്ലോ. പത്രോസിൽ അദ്ദേഹം പറയുന്നു. ഈ നിർമ്മലതയെക്കുറിച്ച് നമുക്ക് ചില ഭാഗങ്ങൾ കൂടെ, ചില വചനങ്ങൾ കൂടെ ചിന്തിക്കാം. ഒന്നാമത്തെ നിർമ്മലത എന്ന് പറയും, ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. മോറൽ പ്യൂരിറ്റി ആണ്. എന്താണ് ഈ മോറൽ പ്യൂരിറ്റി? ധാർമ്മികമായ, സദാചാരപരമായ അല്ലെങ്കിൽ സാൻമാർഗികമായ ഒരു വിശുദ്ധിയെക്കുറിച്ചാണ് മോറൽ പ്യൂരിറ്റി എന്ന് പറയുന്നത്. അത് ചിന്തകളിൽ ആരംഭിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ പ്രവൃത്തികളിലും കൂടെ അത് മുമ്പോട്ട് കടന്നു പോകുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ദൈവമക്കളായ നാം നമ്മുടെ മോറൽ ലൈഫ്, സദാചാരവും സാൻമാർഗികപരവുമായ നമ്മുടെ ജീവിതം ഏറ്റവും നിർമ്മലമായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ സദാചാരപരമായ മോറൽ പ്യൂരിറ്റി സാധ്യമാകണമെങ്കിൽ എവിടെ ആരംഭിക്കണം എന്ന് ഞാൻ ചോദിക്കാം. അത് നമ്മുടെ ചിന്തകളിൽ ആരംഭിക്കുകയാണ്. ഒരുവന്റെ മൊറാലിറ്റി, അവന്റെ സാൻമാർഗികമായ ഒരു ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ചിന്തകളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. തോട്ട്സ്, നമ്മുടെ ചിന്തയിൽ അത് അധിഷ്ഠിതമായിരിക്കുന്നു. നമുക്ക് വായിക്കാം കർത്താവായ യേശു പ്രസ്താവിച്ച വചനങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം 18 19 വചനങ്ങൾ വായിക്കാം. മാത്യു 15 verses 18 and 19. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, വേശ്യാവൃത്തി, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഇവിടെ നാം വായിച്ചത് ഭക്ഷണത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ശിഷ്യന്മാർ സംസാരിച്ചപ്പോൾ ഏതാണ് വിശുദ്ധമായത്, ഏതാണ് അശുദ്ധമായത് എന്ന് സംസാരിച്ചു വന്നപ്പോൾ
അത് യഹൂദന്മാർക്ക് അങ്ങനെയുള്ള ചില നിയമങ്ങൾ, ശുദ്ധീകരണ നിയമങ്ങളും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവരോട് വ്യക്തമാക്കി പറയുകയാണ്, വായിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ്, അതായത് ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഈ പറയുന്ന ഇവിടെ 7 കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. മനുഷ്യനെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് അവനെ അശുദ്ധനാക്കുന്ന 7 കാര്യങ്ങൾ: ദുശ്ചിന്ത, ദോഷകരമായ ചിന്തകൾ; 2 കൊലപാതക ചിന്തകൾ, അതായത് കോപം അതിൽ ഉൾപ്പെടുന്നു; 3 വ്യഭിചാരം; പിന്നെ പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം. ഈ തിന്മകളൊക്കെ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതല്ല. ഇതെല്ലാം നമ്മുടെ ചിന്തകളിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ്. ഹൃദയം പവിത്രമാണെങ്കിൽ, നിർമ്മലമാണെങ്കിൽ, ഈ മേഖലയിലൊക്കെ നമുക്കൊരു വിശുദ്ധി ഉണ്ടായിരിക്കും. നമ്മുടെ കണ്ണ് നോക്കുന്നതും വായ സംസാരിക്കുന്നതും കൈയുടെ ഇടപാടുകളും എല്ലാം പവിത്രമായിരിക്കും. അതിന് തുടക്കത്തിൽ നമ്മുടെ ചിന്തകൾ പവിത്രമായിരിക്കണം എന്ന് യേശു പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ, ഈ ദോഷകരമായ കാര്യങ്ങൾ ഹൃദയത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമിരിക്കുന്ന വിശ്വാസികൾ ആരും അറിയുകയില്ല. നാം ഭക്തരായിട്ട് ഇവിടെ വന്നിരിക്കും, പക്ഷേ മനസ്സെല്ലാം മോശമായിരിക്കും. അങ്ങനെയെങ്കിൽ അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാം. ദൈവത്തിന്റെ മുമ്പാകെ നാം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ദൈവമേ, എൻ്റെ ചിന്തകൾ, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ പവിത്രമാണോ അതോ മലിനമാണോ? അത് കെട്ട വിചാരങ്ങളാണോ, മോശമായതാണോ? ദൈവമേ, ഈ ചിന്തകളെയൊക്കെ മാറ്റി എൻ്റെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നല്ല വിചാരങ്ങൾ ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ നല്ല ചിന്തകൾ എനിക്കുണ്ടാകട്ടെ. ദോഷകരമായ, സ്വാർത്ഥപരമായ ചിന്തകളൊക്കെ മാറ്റി എനിക്ക് നല്ല വിചാരങ്ങൾ നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ദോഷങ്ങളും പുറപ്പെടുന്നത്. വായ കൊണ്ട് മോശമായി സംസാരിക്കുന്നെങ്കിൽ അതിൻ്റെ തുടക്കം നമ്മുടെ ചിന്തകളിലാണ്, ഹൃദയത്തിലാണ് ഉള്ളത്. യേശു ഒരിക്കൽ പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നു. ഹൃദയത്തിൽ നല്ല വിചാരങ്ങളാണ് ഇരിക്കുന്നതെങ്കിൽ വായ സംസാരിക്കുന്നതും മനോഹരമായിരിക്കും. ഒരുവൻ നല്ല മധുരമുള്ള പാനീയം ഒരു കുടത്തിൽ വെച്ചുകൊണ്ട് പോവുകയാണ് എന്നിരിക്കട്ടെ. നല്ല നല്ല സ്വീറ്റ് ജ്യൂസ് ആണ് ആ കുടത്തിൽ ഇരിക്കുന്നത്. അയാൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ കാലൊന്ന് ചറുക്കി, കുടത്തിൽ നിന്ന് കുറെ വെള്ളം താഴെ വീണു. ആ വെള്ളം എങ്ങനെയുള്ളതായിരിക്കും? രുചികരമായ നല്ല ജ്യൂസ് ആയിരിക്കും. ഓവർഫ്ലോ ചെയ്തു, പക്ഷെ നല്ല ജ്യൂസാ വീണത്. എന്നാൽ പുളിച്ച വെള്ളവും മോശമായ അടുക്കളയിലെ പുളിച്ച വെള്ളമൊക്കെയാണ്, അതിൽ പാത്രം കഴുകിയ വെള്ളമൊക്കെയാണ് ആ കൂടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് കവിഞ്ഞു വരുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അരോചകമായിരിക്കും. അത് പുളിച്ച വെള്ളമായിരിക്കും. എന്താണോ ഈ കുടത്തിലുള്ളത് അതാണ് വെളിയിൽ വരുന്നത്. എൻ്റെ നിങ്ങളുടെ ഈ ഹൃദയത്തിലെ വിചാരങ്ങൾ നല്ലതും മനോഹരവും അനുഗ്രഹീതവും സ്തുത്യർഹവും ഒക്കെ ആണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കണം? അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഫിലിപ്പിയർ 4-ാം അധ്യായം 8-ാം വാക്യമായിരിക്കും. ആ ഭാഗത്ത് അതുണ്ട്. നിങ്ങളുടെ ചിന്തകൾ എത്രയും മനോഹരവും വിശ്വാസമുള്ളതും നല്ലതും ഗുണമുള്ളതും ആയിരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊള്ളുവിൻ. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വചനം വായിക്കാം. Proverbs chapter 4 verse 23. സമ്പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഉണ്ടാകുന്നത്. ജീവന്റെ ഉത്ഭവം നിന്റെ ഹൃദയത്തിലെ ചിന്തകളിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ, അതിൻ്റെ ചിന്തകളെ സൂക്ഷിച്ചുകൊള്ളുക, കരുതിക്കൊള്ളുക, ജാഗ്രതയോടെ പരിപാലിച്ചുകൊള്ളുക. ഈ ഉപദേശം ശലോമോൻ നൽകിയത് അന്നത്തേക്ക് മാത്രമല്ല, ഇന്നും അത് ബാധകമാണ്. നമുക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമേ, എൻ്റെ ഹൃദയത്തെ കരുതിക്കൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ മര്യാദക്കാരനും വിശുദ്ധനും ഭക്തനും ഒക്കെയാണ്. പക്ഷെ ദൈവമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തെ കാണുമ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്തായിരിക്കും? ആർ യു ഹാപ്പി വിത്ത് മൈ തോട്ട് ലൈഫ്? കർത്താവേ, എൻ്റെ ചിന്തകളെ സംബന്ധിച്ച് അങ്ങേക്ക് സന്തോഷമാണോ? ഒരു ദേവദാസൻ ഒരു ദൃഷ്ടാന്തം പറയുകയുണ്ടായി. ദൈവം നിങ്ങൾക്ക് രാത്രി പ്രത്യക്ഷനായി ഒരു വരം നൽകിയെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമുള്ള യുണീക്ക് വരമാണ്. എന്താണ് വരം? നിങ്ങളുടെ നെറ്റിയിൽ ദൈവം ഒരു LCD സ്ക്രീൻ വെച്ച് തരികയാണ്. ഒരു വരം തരാൻ പോവാ ദൈവം. അതിൻ്റെ ഉപയോഗം എന്താണ്? മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആ സ്ക്രീനിൽ അന്നേരം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു വരം എത്ര പേർക്ക് വേണം?
നാം ആരും ആ വരം സ്വീകരിക്കത്തില്ല. അയ്യോ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അവിടെ മുമ്പ് കർട്ടൻ ഇടേണ്ടി വരും. കാരണം മനസ്സിൽ വരുന്ന ചിന്തകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് കാണുവാനും കേൾക്കാനും ഒന്നും കൊള്ളാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ ഒരു വരം ദൈവം തന്നാൽ, കർത്താവെ തന്നാട്ടെ, അത് വെച്ചാട്ടെ, ഞാനത് സ്വീകരിക്കാമെന്ന് പറയുവാനുള്ള ആ വളർച്ചയാണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. യെസ്, ഐ എം റെഡി, വെച്ചാട്ടെ കർത്താവെ, അത് ഫിറ്റ് ചെയ്തോളൂ, ആ LCD സ്ക്രീൻ അവിടെ ഇരിക്കട്ടെ, എൻ്റെ മനസ്സിലെ ചിന്തകൾ സകല മനുഷ്യനും കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. അതെത്ര ഉന്നതമായ ഒരു ചിന്ത, ഒരു ജീവിതത്തിന്റെ ലെവലായിരിക്കും. ഏതായാലും ഈ ചിന്തകളൊക്കെ കർത്താവ് കാണുന്നുണ്ട്, നമുക്കും അറിയാം. പിന്നെ 4 പേര് കണ്ടാ എന്താ? ഓക്കെ, ഞാനത് വിടുന്നു, അത് ദൃഷ്ടാന്തമായിരുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവം കാണുന്നു. അതിനെക്കുറിച്ച് നമുക്കൊരു ഷെയിമുണ്ടോ, ലജ്ജയുണ്ടോ? കർത്താവേ, ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോ, ഐ എം സോറി. നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം, 1 Thessalonians chapter 4 verses 3, 4, 5, 6, 7. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. നിങ്ങൾ സകലവിധ ലൈംഗിക ദുർനടപ്പിൽ നിന്നും അകന്നിരിക്കണം. നിങ്ങളിൽ ഓരോരുത്തരും വിശുദ്ധിയിലും ബഹുമാനത്തിലും അവനവന്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ അറിയുന്നവനായിരിക്കണം. അത് ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിൽ ആയിരിക്കരുത്. ഈ കാര്യത്തിൽ ആരും ലംഘനം ചെയ്യുകയും സഹോദരനെ വഞ്ചിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രതികാരം ചെയ്യുന്നത് കർത്താവാകുന്നു. എന്തെന്നാൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അത് പൊതുവായ ഒരു പ്രയോഗമാണ്. ശുദ്ധീകരണം ആർക്കാ ഇഷ്ടമില്ലാത്തത്? എന്നാൽ ഏത് തരത്തിലുള്ള ശുദ്ധീകരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ള ആ പശ്ചാത്തലം, ആ കോണ്ടെക്സ്റ്റും കൂടെ നോക്കണം. 3 മുതൽ 7 വരെ വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെ പറയുന്ന ശുദ്ധീകരണം അതൊരു മോറൽ പ്യൂരിറ്റിയാണ്, സാൻമാർഗികമായ ഒരു വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാങ്ക്ടിഫിക്കേഷൻ, പ്രത്യേകിച്ചും ദുരാസക്തി, കാമാസക്തികളിൽ നിന്നും, ദോഷകരമായ ലൈംഗിക വിചാരങ്ങളിൽ നിന്നും, മോഹങ്ങളിൽ നിന്നും ഒക്കെ ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കണം. നിങ്ങളുടെ മനസ്സ് നിറയെ അധമ വികാരങ്ങളും ചിന്തകളുമായിട്ട് അതിനെ നിറച്ചു വെക്കരുത് എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. ഈ വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ അതറിയാൻ സാധിക്കും. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ ദോഷകരമായ ലൈംഗിക ചിന്തകളും പ്രവൃത്തികളും വിട്ടൊഴിഞ്ഞ്, ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്, ദൈവത്തെ അറിയാത്ത വിജാതീയരായ ആളുകളെ പോലെ കാമവികാരങ്ങൾക്ക് അടിമകളായിട്ട് അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ലൈംഗികതയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. ഇതൊക്കെയാണ് പൗലോസ് പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ ദൈവികമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിക്കണം. ലൈംഗികതയ്ക്ക് കുടുംബജീവിതത്തിൽ അതിനൊരു പ്രാധാന്യവും സ്ഥാനവും ഉണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അതിന് സ്ഥാനമൊന്നുമില്ല. എന്നാൽ ചില ആളുകളെങ്കിലും, അത് ഈ ലോകത്തിൽ പിശാചി കാലത്ത് ആളുകളെ ഈ ചിന്താഗതികളിലേക്ക് കൂടുതൽ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളുടെയും വിശ്വാസികളുടെയൊക്കെ മനസ്സ് ഇങ്ങനെയുള്ള അധമ വിചാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അത് വിജാതീയരായ ആളുകളുടെ ലക്ഷണമാണ്. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയുള്ള ദോഷകരമായ ദുർമോഹങ്ങളാൽ നിറഞ്ഞിരിക്കരുത്. നിങ്ങൾ വിശുദ്ധീകരണത്തിലും മാനത്തിലും തന്റെ പാത്രങ്ങളെ, ജീവിത പങ്കാളികളെ നേടിക്കൊള്ളണം. നിങ്ങൾ ദോഷകരമായ ഇമ്മോറലായ വഴിയിലേക്ക് ചിന്തിക്കരുത്, അതിലേക്ക് പോകരുത്. ചിന്തിക്കുമ്പോഴാണ് അതിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. വിശുദ്ധീകരണത്തിലും മാനത്തിലും തന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കരുത്, സഹോദരനെ ചതിക്കരുത്, സഹോദരന്റെ ഭാര്യയെ നോക്കി മോഹിക്കരുത്. ഇതൊക്കെയാ പറയുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു മോറൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ദൈവമേ, എൻ്റെ ചിന്തകൾ ദുർമോഹത്തിലും ദുരാസക്തികളിലേക്കും പോകാതെ ദൈവത്തിന് ഹിതകരമായി നല്ല വിചാരങ്ങൾ മനസ്സിൽ വയ്ക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ. ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലൻ ആയിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 verses 27 onwards. നീ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ കാമാസക്തിയോടെ നോക്കുന്ന ഓരോരുത്തനും ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു. എന്നാൽ വലംകണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്നു മാത്രം നശിക്കുന്നത് നിനക്ക് നല്ലത്.
ഈ വചനങ്ങളിൽ മോറൽ പ്യൂരിറ്റി, സാൻമാർഗിക തലത്തിലുള്ള വിശുദ്ധീകരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നത്. മുഖ്യമായിട്ടും ഇത് പുരുഷന്മാരോടാണ് പറയുന്നത്. സ്ത്രീകൾക്കും അതിൽ നിന്ന് ഒരു പാഠം സ്വീകരിക്കാൻ കഴിയും. എങ്കിലും പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, മോശെ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ വായിച്ചു കേട്ട തർജ്ജമയിൽ കാമ ആസക്തിയോടെ ഒരു സ്ത്രീയെ ഉറ്റുനോക്കുന്നവൻ, കാണുന്നവനെന്നല്ല, സ്ത്രീകളെ നമുക്ക് കാണുന്നുണ്ട്, എന്നാൽ കാഴ്ച, ഒന്നാമത്തെ കാഴ്ചയല്ല, രണ്ടാമത്തെ നോട്ടം. ആ നോട്ടത്തിൽ പലപ്പോഴും ദുരാസക്തി ഒളിഞ്ഞിരിക്കുന്നു. അത് കാമാസക്തി ആകാം. തൻ്റെ ഭാര്യയെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടവളാണ് ഇവൾ എന്നുള്ള ചിന്തയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ മോഹദൃഷ്ടിയോടെ നോക്കുന്നവൻ. ഹിന്ദിയിൽ എപ്പോഴും ഞങ്ങളവിടെ നോർത്ത് ഇന്ത്യയിൽ പോകും പറയും, ജോ കുദൃഷ്ടി ഡാൽത്താ ഹേ. ആ നോട്ടത്തെക്കുറിച്ച് കുദൃഷ്ടി, തെറ്റായ കണ്ണ് എന്നാണ് പറയുന്നത്. തെറ്റായ ദൃഷ്ടിയോടെ കാണുന്ന ഓരോ പുരുഷനും ആ സ്ത്രീയോട് വ്യഭിചാരം ചെയ്തതിന് തുല്യമാണ് എന്ന് യേശു പഠിപ്പിച്ചു. നാം എന്താ പറഞ്ഞു വരുന്നത്? മോറൽ പ്യൂരിറ്റി, സാൻമാർഗിക തലത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൻ്റെ ഭർത്താവല്ലാത്ത ഒരു പുരുഷനെ കുറിച്ച് അഭിനന്ദിക്കുകയും ആ സഹോദരൻ കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്ത് തുടങ്ങുമ്പോൾ വ്യഭിചാരത്തിന്റെ ആദ്യത്തെ പടിയിലേക്ക് കയറി കഴിയും. ആ സഹോദരി കൊള്ളാമല്ലോ, നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ ഒരു പുരുഷൻ ചിന്തിക്കുമ്പോൾ തന്നെ, അഭിനന്ദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വ്യഭിചാരത്തിന്റെ പടിയിലേക്ക് കാൽ വെച്ചിരിക്കുന്നു. മോറൽ പ്യൂരിറ്റി, സാൻമാർഗികമായ വിശുദ്ധി, ഇത് ദൈവമക്കൾക്ക് ഏറ്റവും പവിത്രമാണ്, മുഖ്യമായ വിഷയമാണ്. ദൈവദാസനായിരുന്ന ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ആ വാക്യം പലപ്പോഴും ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ താൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി, അദ്ദേഹം വയസ്സനാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി, പിന്നെ ഒരു ചെറുപ്പക്കാരിയെ, എൻ്റെ ഭാര്യയല്ലാത്തൊരു സ്ത്രീയെ ഞാൻ എങ്ങനെ തുറിച്ചു നോക്കും, മോഹദൃഷ്ടിയോടെ എങ്ങനെ നോക്കും? അത് ദൈവം എനിക്ക് വിലക്കിയിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു, തീരുമാനമായിരുന്നു. മോറൽ പ്യൂരിറ്റി, സാൻമാർഗികമായ വിശുദ്ധി, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓരോ ക്രിസ്ത്യാനിയും ഈ കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കണം. മാത്രമല്ല, ഈ മേഖലയിൽ നമുക്ക് അനുതാപവും ഒരു കരച്ചിലും ആവശ്യമാണ്, റിപ്പൻറ്റൻസ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയതിനെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തോട് നിലവിളിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു രാജാവായ ദാവീദ്. 51-ാം സങ്കീർത്തനം എടുക്കുക, അതിന്റെ 2, 3, 4 വചനങ്ങൾ വായിക്കാം. Psalm 51 verses 2, 3 and 4 വായിക്കാം. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കേണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ വന്നുപോയ പാപത്തെക്കുറിച്ച് ദുഃഖിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനങ്ങളാണിത്. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ ദാവീദിന്റെ ഈ പറയുന്ന പാപത്തിന് 2 വശങ്ങളുണ്ടായിരുന്നു. ഒരു വശത്ത് വ്യഭിചാരവും മറുവശത്ത് കൊലപാതകവും. ഇത് രണ്ടും ഒറ്റയടിക്ക് സംഭവിച്ചു, ഒന്നിച്ച് അദ്ദേഹം ചെയ്തു. എന്നാൽ ദൈവം തന്റെ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ അത് അദ്ദേഹം മറച്ചു വെച്ചില്ല. സകല ഇസ്രായേൽ ജനങ്ങളും, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും എല്ലാം വായിച്ച് പഠിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം അത് പരസ്യമാക്കി. പാപത്തെക്കുറിച്ചുള്ള അനുതാപവും ദുഃഖവും ഒരുവനുണ്ടാകുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് ഒരു പ്രാർത്ഥനയാണ്. Verse 10, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കിത്തരണമേ. തന്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് കരഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരന്മാരെ, മോറൽ പ്യൂരിറ്റി, സാൻമാർഗിക ജീവിതത്തിലെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം, അത് ഏറ്റെടുക്കണം, അത് ആവശ്യമാണ്. ദൈവമക്കൾക്കുള്ള ദൈവത്തിന്റെ കൽപ്പനയാണിത്. നിങ്ങൾക്ക് വിശുദ്ധി ആവശ്യമാണ്. അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസിയും തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ,
കർത്താവായ യേശുവിനെ പോലെ ജീവിക്കുന്ന, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ക്രിസ്താനുരൂപത എന്ന് അതിനെ വിളിക്കാം. ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അനുരൂപമായി വളരുന്ന ഒരു ജീവിതം. അതിൻ്റെ തുടക്കമാണ് നാം ഇന്ന് കേട്ടത്. അത് ചിന്തകളിലും മനസ്സിലും ആരംഭിക്കണം. ഹൃദയത്തിലാണ് അത് ആരംഭിക്കുന്നത്. അവിടെ പവിത്രമാകണം. ദൈവാത്മാവ് അതിനെ നമ്മെ സഹായിക്കും. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം ഈ കാര്യങ്ങൾ നമ്മിൽ ചെയ്യും. ആ ചോദ്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹൗ ഈസ് ദിസ് പോസിബിൾ? ഇങ്ങനെയുള്ള മോറൽ പ്യൂരിറ്റി, സാൻമാർഗികമായ വിശുദ്ധി എങ്ങനെ സാധിക്കും? അതിനുള്ള ഉത്തരം ഒന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തീകരണവും കൊണ്ടാണ് അത് സാധിക്കുന്നത്. നാമൊക്കെയും ബലഹീനരായ മനുഷ്യരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലതയിൽ സൂക്ഷിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ദോഷകരമായ ചിന്തകളെയൊക്കെ പുറത്താക്കുവാനും പവിത്രമായ ചിന്തകളാൽ ഹൃദയത്തെ നിറയ്ക്കുവാനും ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനായിട്ട് സമർപ്പിതമായിരിക്കണം. കോൺസെക്രേഷൻ, അതാ രണ്ടാമത്തെ ഒരു വിഷയം. എങ്ങനെയാണ് മോറൽ പ്യൂരിറ്റി സാധ്യമാകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, നിറവിനാൽ, അഭിഷേകത്താൽ സാധിക്കുന്നു. 2, കോൺസെക്രേഷൻ. നമ്മുടെ ജീവിതത്തിൽ ചില ചോയ്സസ്, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ദാനിയേലും കൂട്ടുകാരും ഒക്കെ ചെറുപ്പത്തിൽ 16-17 വയസ്സുള്ളപ്പോൾ തന്നെ ആ ചോയ്സ് എടുക്കുന്നവരായിരുന്നു. ഇസ്രായേൽ ദേശത്തു നിന്നും അവരെ അടിമകളായി പിടിച്ച് ബാബിലോണിൽ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ചു എന്ന് പറയുന്നു. എന്താണ് നിശ്ചയിച്ചുറച്ചത്? രാജാവ് കഴിക്കുന്ന വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ഭോജനം കൊണ്ടും ഒന്നും തന്നെത്താൻ ഞാൻ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിർണയിച്ചു. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ. അത് ദാനിയേലിന്റെ ഒരു ചോയ്സ് ആയിരുന്നു. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും ചില നിർണയങ്ങൾ, ചില ചോയ്സസ് എടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ വഴിക്കില്ല, ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ്, എനിക്കത് വേണ്ട, ആ ലാഭം വേണ്ട, ആ ആദായമൊന്നും എനിക്ക് വേണ്ട. നാം അങ്ങനെ പറയുവാൻ ഒരുക്കമുള്ളവരാകണം. പല ദൈവദാസന്മാരും അങ്ങനെ ആയിരുന്നു. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ പെന്തക്കോസ്റ്റ് റിവൈവലൊക്കെ ആരംഭിച്ചപ്പോൾ 2 വലിയ ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ അനേകം പാസ്റ്റർമാരും എല്ലാം ഉണ്ട്. കേരളത്തിൽ നടന്ന സംഭവമാണ്. കുമ്പനാട്ട് ഒരു സഭക്കാര് ഒരു പുതിയ വിശ്വാസികളെ കണ്ടുപിടിച്ചൊരു പുതിയ സഭ തുടങ്ങുക. അപ്പോൾ അവരുടെ ചീഫ് വലിയ പാസ്റ്റർക്ക് എഴുതി, ഞങ്ങൾ കുമ്പനാട്ട് ഇന്നടത്തൊരു സഭ തുടങ്ങുക. അപ്പോൾ അദ്ദേഹം എന്താ മറുപടി അയച്ചെന്നറിയാമോ? അവർ പറയുക, അന്ധവേല നമുക്ക് വേണ്ട. അദ്ദേഹം തമിഴിലെഴുതി, ആ ഒരു വേല നമുക്ക് വേണ്ട അവിടെ. കാരണം അവിടെ വേറെ ഓൾറെഡി ഒരു സഭയുണ്ട്. അവിടെ പാസ്റ്റർ കെ എബ്രാമിനൊരു സഭയുണ്ട്. അവിടുത്തെ വേല നമുക്ക് വേണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവമക്കൾക്ക് ചേരാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് മാറി നിൽക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അവിടെ നമുക്കൊരു കോൺസിക്രേഷൻ, ചില തീരുമാനങ്ങൾ എടുത്ത് മാറി നിൽക്കണം. എനിക്ക് ആ ലാഭം ആവശ്യമില്ല, ആ ഒരു വേലയും ആ സഭയും അതിൻ്റെ നേട്ടവും നമുക്ക് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അങ്ങനെയായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ദൈവമക്കളെ, പല ലാഭങ്ങളും നഷ്ടപ്പെടുത്തുവാൻ നാം ഒരുങ്ങിയിരിക്കണം. അതാണ് കോൺസിക്രേഷൻ, സമർപ്പണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ദോഷകരമായ കാര്യങ്ങൾ നിമിത്തം പണമുണ്ടായെന്ന് വരും, പ്രശസ്തനായെന്ന് വരും, നേട്ടങ്ങളും സുഖവും കിട്ടിയെന്ന് വരും, അംഗീകാരം കിട്ടിയെന്ന് വരും. പക്ഷേ ദൈവത്തിന് സന്തോഷമായിരിക്കത്തില്ല. അതുകൊണ്ട് നാം കോൺസിക്രേറ്റഡ് ആയി, സമർപ്പിതരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് നിർമ്മലത കാത്തുകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവവചനത്തോടുള്ള അനുസരണമാണ് 3-ാമത്തെ കാര്യം. ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം എന്തു പറയുന്നുവോ അത് ഏറ്റെടുത്ത് സ്വീകരിച്ച് അതിന് വില കൊടുത്ത് അത് അനുസരണത്തിൽ കൊണ്ടുവരുവാനും അത് ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ വിശുദ്ധീകരണം സത്യമായി തീരുകയുള്ളൂ. 4-ാമത്തെ കാര്യം, ഒടുവിൽ ദൈവത്തെയും ദൈവജനത്തെയും മറ്റ് മനുഷ്യരെയും സ്നേഹിക്കുവാനുള്ള ഒരു ദൈവസ്നേഹം നമ്മിലേക്ക് പകരപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവമേ, സ്നേഹമുള്ളൊരു ഹൃദയം എനിക്ക് വേണം. അപ്പോൾ മാത്രമേ അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലീകരിക്കപ്പെട്ട് ജീവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഞാൻ ആ വചനം വീണ്ടും വായിക്കട്ടെ. പ്രിയരെ, നാം ദൈവമക്കൾ ആകുന്നു. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും. തന്നിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാം അവിടുന്ന്
വിശുദ്ധനായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിർമ്മലൻ ആയിരിക്കുന്നത് പോലെ സ്വയം വിശുദ്ധീകരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കൾക്ക് സ്വയം വിശുദ്ധീകരിക്കുവാനുള്ള, നമ്മെ തന്നെ നിർമ്മലീകരിക്കുവാനുള്ള ഒരു കടപ്പാടുണ്ട്, ഒരു ബാധ്യതയുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. ദൈവം ചെയ്തുകൊള്ളും എന്ന് നാം ചിന്തിച്ച് നമ്മെ തന്നെ വഞ്ചിക്കരുത്. ദൈവം നമുക്ക് അതിനൊരു പാർട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ആത്മാവിലെയും ജഡത്തിലെയും സകല മാലിന്യങ്ങളും കന്മഷങ്ങളും മാറ്റി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ച് ജീവിക്കുക. അതാണ് കർത്താവ് നമ്മോട് ഇന്ന് രാവിലെ ആവശ്യപ്പെടുന്നത്. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.